നേരത്തെയൊക്കെ ഈ രാഹുലിന്റെ പേഴ്സണൽ സ്റ്റാഫ് ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് തന്നെയാണ് ഈ ചുവന്ന കാറിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭ്യമായത്. അതായത് MLA വാഹനം ഉപേക്ഷിച്ച് ഫ്ളാറ്റിൽ ഉപേക്ഷിച്ച് ഈ ചുവന്ന കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടത്. ഈ വിവരം കിട്ടിയത് പേഴ്സണൽ സ്റ്റാഫിന്റെ അടുത്ത് നിന്ന് തന്നെയാണ്. പക്ഷെ ആ ഘട്ടത്തിലൊക്കെ അവർ പറഞ്ഞിരുന്നത് ഈ കാർ ആരുടെ എന്ന് അറിയില്ല, ഇടയ്ക്കൊക്കെ കാണാറുണ്ട്, വല്ലപ്പോഴും മാത്രമാണ് വരാറുള്ളത് എന്നൊക്കെയായിരുന്നു. ഇപ്പോഴെന്തായാലും കൂടുതൽ അന്വേഷണത്തിൽ കൂടുതൽ മൊഴിയെടുപ്പിലാണ് ഇത്തരം വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുലിന്റെ ഒരു ഭവന പദ്ധതി ഉണ്ട് മണ്ഡലത്തിൽ. അത് ഏകദേശം ഒരു മാസം മുൻപ് കഴിഞ്ഞതാണ്. ഈ ഭവന പദ്ധതിയിൽ തറക്കല്ലിടൽ കർമ്മത്തിന് വേണ്ടി എത്തുന്നത് സെലിബ്രിറ്റികളാണ്, സിനിമാ താരങ്ങളാണ്. ഇതിലെ ഒരു സിനിമാ താരത്തിന്റെ കാറാണിത്. പക്ഷെ ഒരു മാസം മുൻപ് നടന്ന ചടങ്ങ്, ആ ചടങ്ങിന് ശേഷം ഈ കാറ് പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു. ഈ സെലിബ്രിറ്റി തിരിച്ചു പോവുകയും കാർ പാലക്കാട് തന്നെ ഉണ്ടായിരുന്നു. ആ കാർ സൂക്ഷിച്ചിരുന്നത് പാലക്കാട്ടെ ഒരു മുതിർന്ന കോൺഗ്രസ് നേതാവ് തന്നെയാണ്. ഇത്രയും ദിവസം നേതാവിന്റെ സംരക്ഷണയിലായിരുന്നു ആ കാർ ഉണ്ടായിരുന്നത്. പക്ഷേ രാഹുലിനെതിരെ കേസ് വരുന്നതിന് തലേ ദിവസം, അതായത് വ്യാഴാഴ്ചയാണ് രാഹുലിനെതിരെ കേസ് വരുന്നതും രാഹുൽ ഒളിവിൽ പോകുന്നതും. ബുധനാഴ്ചയാണ് ഈ കാർ രാഹുലിന്റെ ഫ്ളാറ്റിൽ എത്തുന്നത്, അല്ലെങ്കിൽ ഈ സമീപത്ത് പാലക്കാട് രാഹുലിന്റെ സമീപത്തേക്ക് എത്തുന്നതും. അതായത് ഈ കേസ് വരുന്നതും ഇങ്ങനെ ഒളിവിൽ പോകണം എന്നുള്ളതൊക്കെ രാഹുലിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനങ്ങൾ, അല്ലെങ്കിൽ എല്ലാം മുൻകൂട്ടി തന്നെ രാഹുൽ കണ്ടിരുന്നു എന്ന് കൂടി ഇപ്പോൾ ആ ഒരു സംശയം കൂടി ബലപ്പെടുകയാണ്. കൃത്യമായ ഒരു പ്ലാനിങ് ഈ ഒളിവിൽ പോകുന്നതിന് പിന്നാലെ ഉണ്ടായിരുന്നു എന്ന് കൂടി ഇപ്പോൾ മനസ്സിലാക്കുന്നു. എന്തായാലും രാഹുലിനെ ഇങ്ങനെ രക്ഷപ്പെടാൻ സഹായിച്ചത്, ഒളിവിൽ പോകാൻ സഹായിച്ചത് ഈ മുതിർന്ന നേതാവ് ഉൾപ്പെടെയുള്ളവരാണ് എന്ന സംശയം ബലപ്പെടുകയാണ്. ഇയാളെ ഉൾപ്പെടെ ഇന്ന് അന്വേഷണ സംഘം ചോദ്യം ചെയ്തേക്കുമെന്നാണ് SKN ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ.